എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഒരു കൂട്ടാനാണ്, അതായത് ഉലുവാപ്പുളിങ്കറി. എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല, നമ്മളൊക്കെ അധികം ഉണ്ടാക്കണ കൂട്ടാനാണ്. വെള്ളരിക്ക വെച്ചിട്ടും കുമ്പളങ്ങ, ചേമ്പ്. ഇന്ന് കുമ്പളങ്ങ ചേമ്പാണ് കഷ്ണമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ വേറെന്തൊക്കെ വയ്ക്കാം? വെള്ളരിക്കയും ഇത്രയേ തന്നെയുള്ളൂ അല്ലേ? പിന്നെ ഇടിച്ചക്ക അല്ലേ? കപ്പളങ്ങയും ചെയ്യുമ്പോൾ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇടിച്ചക്ക കൊണ്ടുണ്ടാക്കും. പിന്നെ പുളി ഒഴിച്ചിട്ടാണ് മിക്കവരും പുളിങ്കറി ഉണ്ടാക്കാറ്, ഈ ഉലുവ പുളിങ്കറി. നമ്മൾ അങ്ങനെ ഉണ്ടാക്കും. ഒരു വെറൈറ്റി ആയിട്ട് മോര് ഒഴിച്ചുണ്ടാക്കുന്നത് നമ്മുടെ ഒരു വല്യമ്മ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അതിന്. അതുകൊണ്ട് ഇന്ന് മോര് ഒഴിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പുളി ഒഴിച്ചിട്ട് ഇനിയൊരു അവസരത്തിൽ കാണിച്ചു തരാം. അപ്പൊ അതിന്റെ ചേരുവകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഉലുവ പുളിങ്കറിക്ക് വേണ്ടുന്ന കഷ്ണം, ഇത് കുമ്പളങ്ങയും ചേമ്പുമാണ് നമ്മൾ എടുത്തത്. കണ്ടോ, ഞാനിത് നേരത്തെ മുറിച്ച് വേവിക്കാൻ വേണ്ടി വച്ചില്ല, പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ചേമ്പും കുമ്പളങ്ങയും കൂടെ ഇവിടെ മുറിച്ച് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇത് അരയ്ക്കാൻ തേങ്ങ ഞാനിവിടെ മുറിച്ച് എടുത്തിട്ടുണ്ട്. തേങ്ങ, അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ 3/4 ടീസ്പൂൺ ഉലുവയും വറ്റൽമുളകും കൂടെ നമ്മളൊന്ന് വറുത്തെടുക്കും. എണ്ണയിലൊന്ന് ചുമക്ക വറുത്തെടുത്തിട്ട് തേങ്ങയുടെ കൂടെ അരയ്ക്കുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ പുളിയല്ല, മോരാണ് എടുത്തിട്ടുള്ളത്. മോരിലാണ് ഇത് ചെയ്യാറ്. പുളിയിലും ചെയ്യാറുണ്ട്, ഇന്ന് മോരിൽ ചെയ്യാമെന്ന് വിചാരിച്ച് മോരെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വറുത്തിടാൻ കടുക്, മുളക്, കറിവേപ്പില. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. തുടങ്ങാം. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിക്കാം. ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. കഷ്ണത്തിന് വേണ്ടുന്ന കുറച്ച് ഉപ്പിടാം. ബാക്കി നോക്കിയിട്ടിടാം. ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങയും ചേമ്പൊക്കെ ആയതുകൊണ്ട് അത് വേഗം വെന്ത് കിട്ടും, താമസം അധികം ഇല്ല. അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ളത് അരച്ചു കൊണ്ടുവരാം. ആദ്യം അത് വറക്കണം. ഉലുവയും മുളകും കൂടി ഒന്ന് വറുത്തെടുക്കണം. ഈ ഉലുവയും മുളകും നന്നായിട്ട് ചുമക്ക വറുത്തെടുക്കാം. അധികം എണ്ണയൊന്നും ഒഴിക്കണ്ട അല്ലേ? വളരെ കുറച്ച് എണ്ണ. ഉലുവ നന്നായിട്ട് ചുമന്ന് വരണം. ഒന്ന് പൊട്ടും ഉലുവ. ഇപ്പൊ ഞാനത് ഓഫാക്കുകയാണ്. ഏതാണ്ട് ചുമന്നു, കാരണം ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് പിന്നെ ഇരുന്നത് മൂക്കും. കരിയാൻ പാടില്ല, കരിഞ്ഞ ഒരു കയ്പ് രസമായിരിക്കും ഉലുവയ്ക്ക്. ഇനിയിപ്പം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിനുസായിട്ട് അരച്ചെടുക്കാം. ഇത് മോര് ചേർത്ത് തന്നെയാണോ അരയ്ക്കേണ്ടത്? അങ്ങനെ അരയ്ക്കാം. നമ്മുടെ വയനാട്ടിലാണെങ്കിൽ മോര് ചേർത്തൊന്നും അരയ്ക്കാനാവില്ല, തണുപ്പ് കാരണം. എല്ലാം ചൂടുവെള്ളം ഒഴിച്ച് തന്നെ വേണം അരയ്ക്കാൻ. അപ്പൊ ഇത് നമുക്ക് മോര് ചേർത്ത് അരയ്ക്കണോ വെള്ളം ചേർത്ത് അരയ്ക്കണോ? എങ്ങനെ വേണം, ഇഷ്ടമുള്ള പോലെ അരയ്ക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതുകൊണ്ട് അരയ്ക്കാം. പച്ചവെള്ളം ചേർത്ത് അരയ്ക്കാതിരിക്കുന്ന നല്ലത്. കണ്ട, നല്ല ഉലുവയൊക്കെ ചുമന്ന് കണ്ട, ഇത്രയാവാൻ പാടുള്ളൂ, അല്ലാണ്ട് കരിയാൻ പാടില്ല. ഇനി ചുമന്നില്ലേലും കയ്പ് വരും, കരിഞ്ഞാലും കയ്പ് വരും. അതെ. ഇത് എന്തായാലും മോര് ചേർത്ത് തന്നെ അരച്ചിട്ട് വരാം. ഞാനെല്ലാം ഇങ്ങനെ മോര് കൂട്ടാനൊക്കെ ആക്കുമ്പോൾ മോര് ചേർത്തിട്ട് തന്നെയാണ് അരയ്ക്കാറ്. അപ്പൊ വേറെ ഒരു വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അരയ്ക്കുമ്പോൾ, മോരെന്നെ ചേർത്ത് അരച്ചാൽ. അപ്പൊ അങ്ങനെ അരയ്ക്കാം. ഓക്കെ, ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ മോര് ചേർത്തിട്ട് നല്ല മിനുസായിട്ട് അരച്ചെടുക്കാം. അരച്ചു കൊണ്ടുവരാം കേട്ടോ. നമ്മളുടെ കഷ്ണം തിളച്ചു. ഇനി അതൊന്ന് വേവണം. ഓക്കെ, വെന്തോ നോക്കട്ടെ. ഇച്ചിരി കൂടി വേവണ്ടേ? ചേമ്പ് കുറച്ചും കൂടി വേവാനുണ്ട്. ഞാൻ കരുതി ചേമ്പെല്ലാം ഉടഞ്ഞു കുമ്പളങ്ങ മതിയോ വേവത്തുള്ളെന്ന്. ചേമ്പ് വെന്തു, പക്ഷെ ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ, ഒരു കൊഴുപ്പ് കിട്ടണ്ടേ കൂട്ടാന്. ഉലുവ തന്നെ ഒരു കൊഴുപ്പാണ്, എന്നാലും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളച്ചോട്ടെ. നമ്മളിന്നൊരു കാര്യം വിട്ടുപോയി, എല്ലാവരും ക്ഷമിക്കുക. അതായത് നമ്മുടെ ഭാവഗായകൻ ജയേന്ദ്രൻ സാർ, അദ്ദേഹം നമ്മളെ വിട്ടുപോയല്ലോ. ചിന്തിക്കാനാവുന്നില്ല. അതെ, അയ്യോ, എത്ര പാട്ടുകള്. എനിക്ക്
ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഏത് പാട്ടാ മോശമായിട്ടുള്ളത്? എല്ലാം നല്ല പാട്ടുകൾ. ഒന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ. അപ്പോ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ പാടും കേട്ടോ, പറ്റിക്കല്ലേ. പാടാം പാടാം. മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണോ നീ? കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണോ നീ? ഒരു ദേവദൂതികയാണോ നീ? ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണരാജികളില്ലയോ? ഇല്ലയോ ഇല്ലയോ? കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ? ഒരു ദേവദൂതികയാണു നീ. ഇനി അദ്ദേഹം ഇല്ലാന്ന് അറിയുമ്പോ എന്തൊരു അല്ലേ, ഭയങ്കര. അദ്ദേഹത്തിന്റെ പാട്ട് ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെ ജീവനുള്ളിടത്തോളം കാലം നിലനിൽക്കും. പ്രണാമം. അപ്പൊ നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം. സുമേഷേട്ടനൊക്കെ കഷ്ണം ഇങ്ങനെ കടിക്കണല്ലോ. അരപ്പ് ചേർക്കാം. മോര് ചേർത്ത് അരച്ചതാണ്. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഇനി ആദ്യം മോരോ പുളിയോ ഒന്നും ആവശ്യമില്ല. വെള്ളം വേണം കുറച്ചൊന്നും. വെള്ളം ശരിക്കും ആവശ്യമില്ല, വെള്ളമൊക്കെ പാകത്തിനായി. എന്നാലും ഒരു തുള്ളി കഴുകിയെടുത്തേക്കാം. നമുക്ക് ഉപ്പുണ്ടോ നോക്കണം, പുളിയുണ്ടോ നോക്കണം. മോര് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഒന്ന് പതഞ്ഞു വരിക. പിന്നെ കൽച്ചട്ടി ആയതുകൊണ്ട് അതിനകത്ത് ഇരുന്ന് സെറ്റ് ആയിക്കോളും. ഇപ്പുറത്ത് കടുകും വറക്കാം. കടുകും മുളകും കറിവേപ്പില. ഈ ഉലുവാപ്പുളിങ്കറിക്ക് നല്ല കോമ്പിനേഷൻ കായ് മെഴുക്കുവരട്ടിയാണ്. അതെ, കായ് മെഴുക്കുവരട്ടിയും പപ്പടം ചുട്ടതും. പപ്പടം കാച്ചതല്ല കേട്ടോ, പപ്പടം ചുട്ടത്. പിന്നെ എന്താ വയ്ക്കാതെ? ആയോ? ഒന്ന് പതഞ്ഞു വരട്ടെ. ഇപ്പൊ ആയിട്ടുണ്ടല്ലേ. ഇത് ഓഫ് ചെയ്ത് കൊടുക്കാൻ. കണ്ട ചെറിയ ചെറിയ തള വരുന്നുണ്ട്. അതെ കണ്ട അത് കണ്ട കച്ചട്ടിയിൽ ഇരിക്കുന്നതിന്റെ ഗുണം കണ്ട. അത് ഈ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയതിനു ശേഷം തിളച്ചോണ്ടിരിക്കുന്ന കണ്ടോ? അതാണ്. ശരിക്കും ഇങ്ങനെ ഇളക്കൂല, ഇളക്കാണ്ട് ഇങ്ങനെ വെക്കണം. പക്ഷെ ഞാൻ ഇളക്കി. വറവെല്ലാം ഇട്ട് ഞാനൊന്ന് അടച്ചു വെക്കണം. ആ ഒരു പാത്രഭാഗം അല്ലേ, മണമൊക്കെ ഒരു പാത്രഭാഗം വന്നതിന് ശേഷം മാത്രം എടുക്കുക. അപ്പൊ ഇന്നത്തെ കൂട്ടാൻ, ഇന്നത്തെ വിഭവം ഇത്രയേ ഉള്ളൂ. ഇനി എന്താ, കായ് മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. ഇതും കൂട്ടി. സമയം ഒരുപാട് വൈകി, ഇനി വേഗം ചെയ്യണം. വിശക്കുന്നുണ്ട്. അതൊന്നും ഇടരുതേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ്പായസം ബൈ ചിമ്മു എന്ന് പറയുന്ന എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ വളരെ എളുപ്പമാണ് ഈ കൂട്ടാൻ. എളുപ്പം എന്ന് മാത്രമല്ല, വളരെ സ്വാദുവാണല്ലേ. എല്ലാവർക്കും ഇഷ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ നല്ലൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.